ഹായ്, ഞാനിപ്പം എലപ്പള്ളി വരെ വന്നായിരുന്നേ. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് റബ്ബറാണ്. റബ്ബർ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ കൊക്കോ, കൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് പോലെ ഏലം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പുളി കാര്യങ്ങളുണ്ട്. ഞാൻ പുളി കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല രീതിയിൽ പുളി കായ്ച്ച് കിടക്കുകയാണ് അങ്ങോട്ട്. അത്യാവശ്യം നല്ല ഈൽഡുണ്ട് കേട്ടോ. ഈ പുളികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇവിടെ എല്ലാം നോക്കുവാണെങ്കിൽ നിറച്ച് പുളികളാണ്. പുളി ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ, ഇവിടെ എല്ലാം അത്യാവശ്യം നിറഞ്ഞ് പുളികളുണ്ട്. നിറഞ്ഞ് പുളികൾ എടുക്കുക. ചേച്ചി പുളി വറക്കാണോ? ഇതെങ്ങനെ എങ്ങനെ ചെയ്യുന്നത്? പുളി വറക്കിയിട്ട് മറ്റേ നെറ്റ് മേടിച്ച് വല ഉണ്ടാക്കി തട്ടുവലയാക്കിയിട്ട് ഇതിന്റെ അകത്തത്തെ കുരു കളഞ്ഞിട്ട് നമ്മള് പുകയ്ക്കുകയാണ്. 3-4 ദിവസം നന്നായിട്ടിട്ട് പുകയ്ക്കുമ്പോൾ ഇത് ഉണങ്ങി വരും. നല്ല പ്രോസസ് ചെയ്ത പുളി ഞാൻ കാണിച്ചു തരാം. പറഞ്ഞൊരു വലിയ പുളി ഉണ്ടായിരുന്നു, ഒരു മുതുകൂട്ടേഷൻ ഒരു വലിയ പുളി. അത് ഒരുപാട് വലുത്, അത് വെയിറ്റ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒടിഞ്ഞു പോയി. ഒത്തിരി നഷ്ടം വന്നു നമുക്ക് അതില്. നല്ല രീതിയിൽ പുളി കിട്ടിക്കൊണ്ടിരുന്നു കനം കൊണ്ട് ഒടിഞ്ഞു പോയതാണ്. ഇങ്ങനെയല്ലേ ഇത് പൊട്ടിക്കുന്ന? ഇങ്ങനെയല്ലേ നമ്മളിതിന്റെ കുരു കളഞ്ഞാണ് കൊണ്ടുപോകണം അല്ലേ? അത്യാവശ്യം എടുത്ത് വെച്ചേക്കണം, കാണിച്ചു തരാം. ഇത് നല്ല ഫ്രഷ് പുളിയാണ്. ഇതിങ്ങനെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് പോയി. ഈ കുരുവിന് നല്ല വെയിറ്റാന്ന് പറഞ്ഞത്. അപ്പം കുറച്ച് താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകാറുണ്ട്. അപ്പം വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പുളി ഇപ്പം ഈ രീതിയിലാണ് ഉണങ്ങുന്നത് അല്ലേ? പുകഞ്ഞാണ് അത് ഉണക്കി ശരിക്കും ചൂടെടുത്ത് ഉണങ്ങി വരുന്നത്. എപ്പോഴും തീ വേണം? തീ കെടുത്തില്ല അല്ലേ? നമ്മുടെ വേറെ സ്റ്റോക്ക് ഉണ്ടോ ഇവിടെ? ഇതല്ലാതെ വേറെ സ്റ്റോക്ക് ആയിട്ട് വെച്ചിട്ടുണ്ടോ? നമ്മൾ ഉണങ്ങിയതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് കാണാം കേട്ടോ. ഇതല്ലേ നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്ന സാധനം അല്ലേ? അതാണ് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉണക്കി എടുത്തേക്കുന്ന ഇത്. അത്രയും വലിയൊരു പുളിയാണ്. ഉണങ്ങി കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു ചോളയായിട്ട് വരുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ ഉണക്കി എടുക്കുമ്പോൾ ഇതാണ്. ഏറ്റവും ഉണങ്ങി കഴിയുമ്പോൾ ഇത് കണ്ടോ, എല്ലാ കട്ടിയും പോയി ഇത് ശരിക്കും ഉണക്കയായിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും. കേട്ടോ, നമ്മുടെ പുളി ചാക്കിനകത്താക്കി ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. ഇതെല്ലാം റെഡി ആയിരിക്കുന്നല്ലേ? റെഡി ആയിരിക്കുന്നതാണ്, ഉണങ്ങി എടുത്തേക്കുന്നത്. നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളി. ഉണങ്ങിന്റെ ആ ഒരു